അപ്പോൾ നമ്മൾ രാവിലെ 5 മണിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇന്നലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തായിരുന്നു. ഇനി ഇതിൽ ബാക്കി ഒന്നും വെക്കാനൊന്നുമില്ല. ബാക്കി അതെ എന്തെങ്കിലുമൊന്നുമില്ല. ഇനി കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന അവിടെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടാണ്, ഇരിക്കുന്ന അവിടെ വയ്ക്കാൻ പറഞ്ഞിട്ടാണ്. പിന്നെ അപ്പോൾ ഇറങ്ങാറായി. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പോൾ ബാക്കി ഫസ്റ്റ് നമ്മൾ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഔട്ട്ഫിറ്റ് ഇങ്ങനെ മുണ്ടൊക്കെ ആക്കി റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, റെഡി ആവുകയാണ്. ഇരിക്കാൻ സ്ഥലമില്ലാത്ത ഇതാണ് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഓരോ സ്ഥലത്ത് എത്തിയിട്ട് അതിൻ്റെ വിവരങ്ങൾ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ എത്തി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണിപ്പോൾ നമ്മുടെ കിലോമീറ്റർ. ഇനി പോകെ ബാക്കി നോക്കണം. ശരി, അപ്പോൾ ബാക്കി ഒരു സ്പോട്ടിലെത്തിയിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. വിൻമില്ലൊക്കെ കണ്ടു സൈഡിൽ. നല്ല മഞ്ഞുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടോള് കയറാൻ പോകണം. നമ്മൾ രാജ്മാർഗ് എടുത്തിട്ടുണ്ടല്ലോ. അതിൽ രാജ്മാർഗ് എന്താണ് അവസ്ഥ നമ്മൾ നോക്കണം. അതിൽ 200 എണ്ണം അടിച്ച് കഴിഞ്ഞ് 200 എണ്ണമാണ് കാണിക്കുന്നത്. പക്ഷെ അത് അടിച്ചില്ല, നമ്മൾ നോക്കട്ടെ കേട്ടോ. പ്രൊസീഡായിട്ടുണ്ട്. നമുക്ക് ഫോണിൽ ഇനി ഒന്ന് നോക്കണം. ഇതിൽ 200 എണ്ണം എന്നുള്ളത് കാണിക്കും. നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇതോടെ കാണാം 200 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 199 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാലിഡാണ് സംഭവം. ദൂരയാത്രയൊക്കെ പോകുന്നവർ ഇതെടുക്കുക, രാജ്മാർഗ് എടുക്കുക. എനിക്ക് തോന്നുന്നു 3000 രൂപയാണ് കൊടുക്കേണ്ട ഫീസ് തോന്നുന്നു. ഒരു ടോളിന് എനിക്ക് തോന്നുന്നു 15 രൂപയാണ് തോന്നുന്നു കട്ടാവുന്നത്. 15 ഒക്കെയാണ്. പക്ഷെ നാഷണലിൻ്റെ ആണ് കൂടുതൽ എഫക്റ്റീവ് എന്നാണ്. നാഷണൽ ഹൈവേസിലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട്. അപ്പോൾ ദൂരയാത്രയൊക്കെ നമ്മളെപ്പോലെ പോകുന്നവർ അതെടുക്കുക. ആരും മിസ് ചെയ്യേണ്ട. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് ചിലവാകും. അത് നോക്കുക. എന്താണ് തീറ്റയും തരുന്നില്ല, വടയും തരുന്നില്ല. വടയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. തമിഴ്നാട് വട സൂപ്പർ വട. അപ്പം നമ്മൾ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 86 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു കട കണ്ടപ്പോൾ അവിടെ നിന്ന് ഫ്രഷായി. ഇനി അവിടുന്ന് വടയൊക്കെ വാങ്ങി. അപ്പോൾ ഇനി അത് ഇവിടെ തന്നെ നിന്ന് അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഞാനും മോൻ്റെയും രണ്ടുപേരുടെയും ശബ്ദം ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ അവനാവും പറയുണ്ടാവുക, ചിലത് ഞാനാവും. അപ്പോൾ നമ്മുടെ കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ രാജ്മാർഗിൻ്റെ ഇത് പോയിട്ടുണ്ട്. 199 ആയിട്ടുണ്ട് 200 എന്നുള്ളത്. ഇനി നമുക്ക് പോകെ അത് നല്ല ഒരു ഗുണമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പിന്നീട് വീഡിയോയിൽ പ്രധാനമായിട്ട് പറഞ്ഞുതരാം. അതെന്താണ്, അതിൻ്റെ കൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും ഇപ്പം അത്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. 86 കിലോമീറ്റർ ഇനിയുള്ളൂ.
വണ്ടിയിൽ ഇറങ്ങി കയറുക എന്നുള്ളൊരു ടാസ്ക്കാണ്. കാരണം വണ്ടി ഫുള്ള് ഹെവി ലോഡായതുകൊണ്ട് ഇറങ്ങാനും കയറാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ അവനാവും പറയുക അപ്പം എന്നാൽ കഴിക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വട. ഇനി കാപ്പിയും ചായയും കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി കഴിയാം, നമുക്ക് കഴിക്കാം. പെട്ടെന്ന് വേഗം റെഡിയായിട്ട് പോകാൻ നോക്കാം. നമ്മളങ്ങനെ പാർക്കിങ്ങിലെത്തി. മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പാർക്കിങ്ങിൽ കയറുകയാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾക്ക് നടന്നു പോകാൻ വിചാരിച്ചു. കാരണം ഇവിടെ ഭയങ്കര റഷായിട്ടാണ് കാണുന്നത്. എവിടെയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും സൈഡൊന്നും ഇല്ല. അപ്പോൾ നേരെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. നമ്മൾ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. അത് പാർക്കിംഗ് നിങ്ങൾ വരുമ്പോഴും അത് നോക്കിയിട്ട് സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ ഈസ്റ്റ് ടവറാണത് ഈ കാണാൻ പോകുന്നത്. സൈഡിലൊക്കെ നിറയെ സാധനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ട്. ആളുകൾ അത്യാവശ്യം നല്ല റഷുണ്ട്. ഇവിടെ ഇനി നമുക്ക് ബാഗ് പോലും അലൗഡ് അല്ല ശരിക്കും. ഇവിടെ നമ്മളിവിടെ ക്ലോക്ക് ടവർ ഉണ്ട്, അവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. നമ്മുടെ മൊബൈലും ഒക്കെ ഇവിടെ കൊടുക്കേണ്ടി വരും. നമ്മുടെ സിംഗിൾ ബാഗ് വരെ ഇവിടെ പറ്റില്ല എന്നാണ് പറയണത്. അതാ ചെരുപ്പ് കൊടുക്കാൻ ഞാൻ നോക്കട്ടെ. ഇതാണ് ഈസ്റ്റ് രാജ ടവർ. നമ്മളുടെ ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നു. ഇവിടെ തന്നെ നമ്മുടെ ഗുരുവായൂരൊക്കെ നടക്കുന്ന പോലെ ആളുകൾ കല്യാണമൊക്കെ അമ്മയുടെ മുമ്പിൽ വെച്ച് കല്യാണമൊക്കെ നടത്തുകയാണ്. മിനിമൽ കല്യാണം. അതെ അതെ. നമ്മളിനി എൻട്രൻസിലേക്ക് കുറച്ച് ദൂരം കൂടെ പോകണം. വളകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ്. നമ്മൾക്ക് അല്ല ഇതാ ഇത് തന്നെയാണ്. അതാ ഗ്രില്ലിൻ്റെ ഇടയിലൂടെയാണ് ഒക്കെ വർക്ക് നടക്കുകയാണ്. നമ്മൾ അന്ന് വരുമ്പോൾ ഒക്കെ ഫുള്ളും ഇത് കാണുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉൾവശം ഇതിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അതെ, നമുക്കിവിടെ ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മളിതൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം ദർശനത്തിന് പോകാൻ. കുറേ ശില്പങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിലൂടെ പോകാൻ നല്ല രസമാണ് കേട്ടോ. മനോഹരമാണ് ഈ ക്ഷേത്രം. കാരണം ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഇതിലൂടെയാണ് നമ്മൾ ക്യൂ നിൽക്കേണ്ടത്. ആളുകളൊക്കെ വെയിറ്റിംഗ് ആണ്, തിരക്കാണ് തോന്നുന്നു. നല്ല വെയില്. അങ്ങനെ നമ്മൾ ക്യൂവിലേക്ക് കയറിയിരിക്കുകയാണ്. അന്ന് വന്നപ്പോൾ ഇത്രയൊന്നും തിരക്കുണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ഇതേ ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ടാണ് അന്ന് പോയത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. നിറയെ സ്ഥലം ഫുള്ളും ഈ വഴി നടക്കുന്ന വഴി മുഴുവൻ ഒരു കെട്ടിയടച്ചിട്ട് നമുക്ക് ദർശനത്തിന് വിടുകയാണ്. അപ്പം ഞാൻ എന്തായാലും ദർശനം കഴിഞ്ഞ് വന്നതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പറയാം. അങ്ങനെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി.
ഒരുപാട് നേരം ക്യൂ ഉണ്ടായിരുന്നു. 100 രൂപയുടെ ടോക്കണൊക്കെയാണ് എടുത്തത്, സ്പെഷ്യൽ ക്യൂ. പക്ഷെ ബാഗൊന്നും ഉണ്ടായില്ല, അതിനും അത്രയ്ക്ക് ക്യൂ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു ടയേർഡായി ഇപ്പോൾ പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ ഒരു ജിഗർദണ്ഡ ഷോപ്പുണ്ട്. ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ജിഗർദണ്ഡ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വന്ന് ജിഗർദണ്ഡ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് കിട്ടിയാൽ ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ ജിഗർദണ്ഡ കുടിക്കാൻ പോകുന്നുണ്ടെന്ന് പറയാം. സൂപ്പർ, തണുപ്പുണ്ടോ? നല്ലതാണ് ടേസ്റ്റ്. നമ്മുടെ പാലട പായസത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ, പാലട പായസത്തിൻ്റെ ഒരു ഫ്ലേവറുണ്ട് ജിഗർദണ്ഡ. ഈസ്റ്റ് നടയിലെ നമ്മളുടെ ജിഗർദണ്ഡ ഷോപ്പ് ഇതാണ്. ഈസ്റ്റ് നടയിൽ നിന്ന് ഒന്ന് സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ 15ാമത്തെ ഷോപ്പാണ് ജിഗർദണ്ഡ. നല്ല ഭയങ്കര ട്രെൻഡായിട്ടുള്ളതാണ്. ഞാനിതിന് മുമ്പ് വന്നപ്പോഴും ഞാനിത് കഴിച്ചിട്ടുണ്ട്. ജിഗർദണ്ഡയും കഴിച്ചു, ഒരു റോസ് മിൽക്കാണ് വച്ചു കഴിച്ച്. മൊത്തം 280 രൂപയായിട്ടുണ്ട് അതിന്. പിന്നെ നമ്മൾ ഫോണും ചെരുപ്പും അവിടെ പുറത്ത് വെക്കണമായിരുന്നു, ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ അതെല്ലാം ഫ്രീ ആണ്. നമുക്കതിനായിട്ട് പ്രത്യേകിച്ച് റേറ്റും കാര്യങ്ങളൊന്നുമില്ല, പൈസയൊന്നും വാങ്ങുന്നില്ല, ഫ്രീ ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോവുക. അത് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. തൽക്കാലം നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് പോവുകയാണ്. ഇനി രാമേശ്വരത്തിലേക്കുള്ള യാത്രയാണ് അടുത്തത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തൽക്കാലം ഇവിടം നമ്മൾ വിടുകയാണ്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 100 രൂപ കൊടുത്താണ് നമ്മൾ സ്പെഷ്യൽ ക്യൂവിലൊക്കെ കയറി. എന്നാൽ തന്നെ ഒരു 3 മണിക്കൂറോളം നമ്മൾ നിൽക്കേണ്ടി വന്നു, നല്ല തിരക്കുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരു കാര്യം, അവിടെ അങ്ങനെ നമ്മൾ ഈ ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മളോട് പറയും മറ്റത് നിൽക്കാൻ ഒരുപാട് സമയമാവും, വേഗം വന്നോളൂ, 500 രൂപ തന്നാൽ മതി, വേഗം VIP ദർശനം തരാം. അങ്ങനെയൊക്കെ ഓടിപ്പോയി അതിനകത്തൊന്നും പെടണ്ട. കാരണം അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അപ്പൊക്കെ തൊഴുകാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കും, അതിനൊന്നും ഒന്നും കൊടുക്കണ്ട. പിന്നെ മൊബൈലും നമ്മളുടെ ചെരുപ്പിനും അവർ ഫ്രീ ആണ്, അതൊന്നും പൈസയൊന്നും വാങ്ങുന്നില്ല. നമ്മൾ 100 രൂപയുടെ എടുത്തിട്ട് കയറുന്നതാണ് നല്ലത്. അപ്പോൾ ആകുമ്പോൾ മീനാക്ഷി അമ്മയും തൊഴുക, അതുപോലെ മഹാദേവനെയും തൊഴുത് നമുക്കിറങ്ങാം. അല്ലെങ്കിൽ 50 രൂപയെ കൊടുത്തു വെച്ചാൽ ഒന്ന് നമുക്ക് ആ ഒരു സാധാരണ സ്പെഷ്യൽ ക്യൂവിലൂടെ കയറാൻ പറ്റും. മറ്റേത് പിന്നെ നമ്മൾ സാധാരണ ഫീസ് വാങ്ങാത്ത രീതിയിലുള്ള ക്യൂവിൽ കയറേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിന് നിൽക്കണേക്കാൾ നല്ലത് ഇതാണ് നല്ലത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ച ഹോട്ടലാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഹോട്ടലിൽ കഴിച്ചത്. ഇങ്ങനെ നമ്മൾ നിന്നിട്ട് വേണമായിരുന്നു ഇവിടെ കഴിക്കാൻ. ഞങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു റൂം ഉണ്ടായിരുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തായിരുന്നു റൂം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എടുത്തത്. ഇപ്രാവശ്യം ഇവിടെ റൂമൊന്നും എടുക്കുന്നില്ല, നമ്മൾ നേരെ രാമേശ്വരത്തിലേക്ക് പോവുകയാണ്. ഞാൻ രാമേശ്വരം ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്താമെന്നുള്ള കണക്കിലാണ്. ഇതിപ്പോൾ നേരത്തെ എത്തേണ്ടതാണ്, പക്ഷെ ഇവിടെ ഭയങ്കര ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ക്യൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കണം ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ടാ തോന്നുന്ന സാധനം തെങ്ങിൻ്റെ കൂമ്പ്, ഓരോരുത്തർ ഭംഗിയായിട്ട് അത് കാശാക്കുന്നത് നോക്കും. തെങ്ങിൻ്റെ കൂമ്പ്. ക്ഷേത്രത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ, ഈ ക്ഷേത്രത്തിൽ ദർശന സമയം വരുന്നത് നിങ്ങൾ എത്തുകയാണെങ്കിൽ ഒരു 12 മണി 12:30 ആകുമ്പോഴേക്കും എത്തണം, എന്നാലേ നിങ്ങൾക്ക് തൊഴുകാൻ പറ്റൂ. അതിന് മുമ്പേ എടുത്ത് ടിക്കറ്റ് ഈ സ്പെഷ്യൽ ക്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ടൈം കഴിഞ്ഞാൽ നമുക്ക് കയറി തൊഴുകുന്ന വരെയുള്ള സമയം അവർ തരും. അതിന് മുമ്പേ ആണെങ്കിൽ നമുക്ക് സാധാരണ പോലത്തെ ക്യൂവിൽ തൊഴുകാം. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് നല്ല തിരക്ക് എന്നാണ് പറയുന്നത്. ഞായറാഴ്ച പൊതുവേ അങ്ങനെ അടയ്ക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 12:30 മണിക്ക് ശേഷം അത് അടയ്ക്കും. 4:30 മണിക്കാണ് തുറക്കുന്നത്, രാത്രി 9:30 മണി വരെയാണുള്ളത്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഒരുപാട് ഇങ്ങനെ ഡോറുകളുള്ളതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എവിടെന്നാണ് കയറണേ, എവിടെയാണ് ഇറങ്ങണേ, എവിടെയാണ് പാർക്ക് ചെയ്യണമെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ തെറ്റിപ്പോവും. അപ്പോൾ അതൊക്കെയാണ് ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ പണി നടക്കുന്നു, മൊത്തം ക്ഷേത്രത്തിലെല്ലാം അടച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 1000 കല്ലിൻ്റെ തൂണുകളുണ്ടല്ലോ, ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദങ്ങളൊക്കെ വരുന്ന, അതൊക്കെ ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു വർക്ക് കാരനാണെന്ന് തോന്നുന്നു.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഞാൻ അന്ന് വന്നപ്പോൾ എല്ലാം കണ്ടതാണ്. വളരെ ഗംഭീരമായിരുന്നു എന്നുള്ളതാണ്. കാണാത്തവർക്കത് അറിയില്ല, കണ്ടവർക്കൊക്കെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കല്ലിൽ നാദങ്ങൾ വരിക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ലേ. ആരോ ചെയ്തത്, ഭയങ്കര കഴിവുള്ള ആരോ ചെയ്തത് മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണാം. നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ അതൊന്ന് കാണണം കേട്ടോ, മറക്കരുതേ. അവിടെ തന്നെ ഉണ്ട് അമ്പലക്ഷേത്രം. രാമേശ്വരത്തിലേക്ക് പോകുന്ന നല്ല മനോഹരമായ വഴിയാണ്. കാണാൻ നല്ല ഭംഗി. ഡ്രൈവർ മാറി, അച്ചുവായി, ഞാനായി ഫ്രണ്ട് സീറ്റിൽ. അച്ചു സേ ഹായ്. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലായി. നമുക്കൊരു ഏകദേശം 7 മണിയാകുമ്പോൾ അവിടെ എത്തുന്നതാണ്. മധുരയിൽ നല്ലോണം തിരക്കായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആവേണ്ടി വന്നത്. ഇതിൻ്റെ ഇടയിൽ 1-2 ക്ഷേത്രമുണ്ട് ഈ പോകുന്ന വഴി തന്നെ. അപ്പോൾ അതുകൂടെ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ലേറ്റ് ആവും അവിടെ രാമേശ്വരത്തെത്താൻ. നാളെ രാവിലെ അവിടുത്തെ പരിപാടികൾ നടക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. വഴിയിൽ തോണ്ടവേലാണെന്നാണ് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 4 ക്ഷേത്രങ്ങൾ കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ ടോളിലേക്ക് കയറുകയാണ്. 3 എണ്ണം കഴിഞ്ഞു ഇപ്പോൾ രാമേശ്വരം എത്തുന്നതിന് മുമ്പ്. ഇപ്പോൾ അടുപ്പിച്ചാണ് 2 എണ്ണം വന്നിട്ടുള്ളത്. ഇവിടെ 80 ആണെന്ന് തോന്നുന്നു. നമുക്ക് പക്ഷേ 15 വരിക. അപ്പോൾ അത് 4ാമത്തെയാണ്. നമ്മൾ രാമനാഥപുരം എത്താറാവുന്നേ ഉള്ളൂ. നമ്മൾ ഉത്തരകോശമംഗെ ക്ഷേത്രം എത്താറായി. ദൂരെ നിന്ന് കാണാനുണ്ട് ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇതാണ് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ഗോപുരം അത് സൈഡിൽ കാണുന്നുണ്ട്. പക്ഷേ നല്ല തിരക്കുണ്ട്, ആളുകൾ നടന്നു പോണു. നമുക്ക് വണ്ടി നിർത്തി നടന്നു പോണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മൂന്ന് 30 മുതൽ 8 മണി വരെ, 7:30, 12:15 വരെ. തിരുപ്പുല്ലാനി ക്ഷേത്രം, പെരുമാളുടെ ക്ഷേത്രം. ഇത്
നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ രാമേശ്വരം പോകുന്ന വഴിയുള്ള രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഒരു തിരുപ്പുല്ലാനി ഭഗവതി മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ പെരുമാൾ എന്നാണ് ഇവർ പറയുക. നമ്മൾ മഹാവിഷ്ണു എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. ആദി ജഗന്നാഥ പെരുമാൾ എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയുക. 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ശ്രീരാമൻ സേതുബന്ധന സമയത്തിന് മുമ്പ് ദർഭപുല്ലിൽ ശയിച്ച് സമുദ്രദേവനെ പ്രാർത്ഥിച്ച സ്ഥലമായാണ് ഈ ക്ഷേത്രം വിശ്വസിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഐതിഹ്യം അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ പ്രാർത്ഥന സന്താനഭാഗ്യത്തിനായി ഇവിടെയുള്ള ദർഭസേന ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. ആദിജഗന്നാഥ പെരുമാളാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ദർഭസേന രാമൻ പ്രത്യേക സന്നിധിയും ഉണ്ട് ഇവിടെ. ഈ പുരാതനമായിട്ട് ചോളപാണ്ഡ്യ വാസ്തുവിദ്യയിലാണ് ഇവിടുത്തെ തൂണുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വഴിപാടായിട്ട് പ്രധാനമായിട്ട് വിചാരിക്കുന്ന സന്താനലബ്ധി, തിലഹോമം, പിതൃദോഷ പരിഹാരമാണ് ഇവിടുത്തെ വിശേഷമായിട്ടുള്ള പൂജകൾ. ഇതാണ് തിരുപ്പുല്ലാനിയെക്കുറിച്ച് എനിക്ക് പറയാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ. ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണത്. ഇതാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് പ്രസാദമായിട്ട് തന്നത്. ചുണ്ടൽ എന്ന് പറയുന്ന സംഭവമാണ് ഇവിടുത്തെ പ്രസാദം. അപ്പോൾ നമ്മൾ രാവിലെ 5 മണിക്ക് തുടങ്ങിയ യാത്ര രാത്രി 9:45 അവസാനിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള റൂം ഹോട്ടൽ വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് രാമേശ്വരത്തുള്ള ഒരു ഇതാണ്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇനി റൂം എന്തൊക്കെയാണെന്ന് അറിയില്ല, വിളിച്ച് പറഞ്ഞിട്ടാണ് നോക്കാം. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റൂം. 4 പേർക്ക് കിടക്കാവുന്ന 2 ബെഡ്റൂം 2 കട്ടിലായിട്ടുണ്ട്. AC ഒക്കെ ഉണ്ട്. എന്താ TV കാര്യങ്ങൾ ഇപ്പോൾ സമയം എത്ര ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ല. ഷെൽഫിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. ബീറോയിൽ ബാത്റൂം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇനി ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാവും. ഹീറ്റർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതെ, ഭയങ്കര തിരക്ക്. ഇത് തന്നെ 3500 രൂപയാണ് ഇൻക്ലൂഡഡ് ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അറിഞ്ഞൂടാ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഒക്കെ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. ഇതാണ് റൂം കിട്ടിയിട്ടുള്ളത്. വൃന്ദാവൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ പരിപാടികളൊക്കെ ഇതൊക്കെയാണുള്ളത്. പിന്നെ ഇതാ വൃന്ദാവൻ റെസിഡൻസി എന്നാണ് റെസിഡൻസിൻ്റെ പേര്. നമ്മൾ എടുത്തിട്ടുള്ള റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ. വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുന്നുണ്ടാവുക. അതിൽ കൂടുതലൊന്നും അറിഞ്ഞുകൂടാ എനിക്ക്. അപ്പോൾ നമ്മൾ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നാളെ രാവിലെ നമുക്ക് ആദ്യം ധനുഷ്കോടിക്ക് പോകാമെന്നാണ് പറയണത്. 6 മണിക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഭഗവാനെ കാണാൻ ഇവിടെ രാമേശ്വരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണം. ഇനി ബാക്കിയൊക്കെ രാവിലെ കാണാം. ഭയങ്കര ടയേർഡാണ്. ഒന്ന് ഫ്രഷായിട്ട് കിടക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നാളെ.